മണിമേളത്തിൽ നിന്ന് മണിച്ചേട്ടൻ ഇറങ്ങിപ്പോയത് മണിമേളത്തിന്റെ അണിയറ പ്രവർത്തകർക്കിടയിലും പ്രേക്ഷകർക്കിടയിലും ഒരു വിവാദം തന്നെ സൃഷ്ടിച്ച സംഭവമായിരുന്നു. അടുത്ത എലിമിനേഷനിൽ 6 ടീമുകളാണ് ഡെഫിനറ്റ് ആയിട്ട് ഔട്ടാവും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ എലിമിനേഷൻ്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ചിലരുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്, ചിലരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അല്ല, അതുകൊണ്ടല്ല. സംഭവം കൈരളി ചാനലിൽ നടത്തുന്ന പരിപാടിയാണ്. പക്ഷെ എന്നാലും ഞാനും കൂടി അറിഞ്ഞിരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഇത് ചെയ്യുമ്പോൾ. എനിക്കിപ്പോൾ കിട്ടിയ സൂചന അനുസരിച്ച് അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത് കറക്റ്റായിട്ട് പറയണം. ഞാനിവിടെ പരിപാടിക്ക് വരുമ്പോൾ എൻ്റെ അടുത്ത് ഞാനും കൂടി അറിയാതെ കേട്ടാൽ നിങ്ങളങ്ങനെ സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് എങ്ങനെയാ? ഞാനല്ല തീരുമാനിച്ചു മണിച്ചേട്ടാ. പിന്നെ ആരാ? അത് നടക്കൊന്നുമില്ല. ഇതിൻ്റെ ഡയറക്ടർ ഉണ്ടല്ലോ സെന്തിൽ. അതെന്ത് തോന്നിവാസം അത്? ഇത് എലിമിനേഷനില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ മണിച്ചേട്ടാ. അല്ല, അങ്ങനെയല്ലല്ലോ. അത് ഞാനും കൂടി അറിഞ്ഞിരിക്കണ്ടേ. നിങ്ങൾ മാത്രം അങ്ങോട്ട് തീരുമാനിത്താൽ മതി. അല്ല, ഇതിപ്പോൾ 50ാമത്തെ എപ്പിസോഡിലേക്കല്ലേ പോകുന്നത്. എപ്പിസോഡൊക്കെ ആയിക്കോട്ടെ, എന്നാലും ഈ കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് ഞാൻ പെട്ടെന്ന് വന്നിട്ട് നിങ്ങളൊരു തീരുമാനം എടുത്ത് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവാ? അതൊന്നും ശരിയല്ല. അതൊക്കെ മഹാമോശത്തരാ. എനിക്കൊന്നും പറ്റില്ല. മൈക്ക് പിടിച്ചാൻ. അല്ല മണിച്ചേട്ടാ, ഇത് കമ്പനിയുടെ ടോട്ടലുള്ള ഏത് ഇതായാലും എനിക്ക് സൗകര്യമില്ല. പോ. അല്ല, അത് അങ്ങനെയല്ലല്ലോ മണിച്ചേട്ടാ. കാര്യങ്ങൾ